ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. ധരണി ഗർഭസംഭൂതം, ഭൂമിയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ചവനും, വിദ്യുൽ കാന്തി സമപ്രഭം അല്ലെങ്കിൽ വിദ്യുൽ കാഞ്ചന സമപ്രഭം, മിന്നലിൻ്റെ ശോഭയോട് കൂടിയവനും, കുമാരം സുബ്രഹ്മണ്യൻ, ശക്തിഹസ്തം ശക്തി വേലെന്ന ആയുധം കൈവശമുള്ളവനുമായ തം മംഗളം, അങ്ങനെയുള്ള ചൊവ്വയെ ഞാൻ നമസ്കരിക്കും. ചൊവ്വയുടെ പര്യായങ്ങളാണ് ഭൂമി ചേർത്തുള്ള എല്ലാ പര്യായങ്ങളും അല്ലേ. ധരണീപതിഹി, ശ്മാപതിഹി, ഭൂപതിഹി, ഭൂമിസുതഃ, ഭൂമിസൂനുഹു, ഇതൊക്കെ ചൊവ്വയുടെ പര്യായങ്ങളാണ്. ഇവിടെ നാം എന്തിനാണ് ചൊവ്വയെപ്പറ്റി ചർച്ച ചെയ്യുന്നത്? ചൊവ്വ ഇതാ ജ്യോതിശാസ്ത്രത്തിൽ തൻ്റെ ഉച്ചരാശിയായ മകരൻ രാശി കഴിഞ്ഞ് കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് പ്രവേശിക്കുന്നത്? 1201 കുംഭമാസം 11-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 23-ാം തീയതി ചൊവ്വ കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എത്ര ദിവസമാണ് അവിടെ ചൊവ്വ ഉള്ളത്? 40 ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. ഈ 40 ദിനങ്ങൾ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കുംഭത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ആശ്രയഫലം നന്നായിട്ടല്ല ആചാര്യന്മാർ വിവരിച്ചിട്ടുള്ളത്. ദുഃഖാർത്തോ വിഡ്ഢനഃ അടനഃ അനൃതരതിഹി തീഷ്ണശ്ച കുംഭസ്ഥിതി. ദുഃഖിതനാവുക, ധനം കൈവിട്ടു പോകുക, അടനഃ പരിഭ്രമം സഞ്ചരിക്കുക, അനൃതരതിഹി ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോവുക, ചീത്ത രതിയിലേക്ക് പോവുക, തീഷ്ണസ് അനാവശ്യമായി തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കുക. ഇതൊക്കെയാണ് കുംഭത്തിലുള്ള ചൊവ്വയുടെ ആശ്രയഫലം ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. ഈ ചൊവ്വ ഈ 40 ദിവസക്കാലം ഓരോ രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതായാലും ചൊവ്വ ഈ കുംഭത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നന്നായി ചൊവ്വയുടെ മന്ത്രങ്ങൾ ജപിക്കാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭജിക്കാം, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭജിക്കാം. ഇവിടെ ചൊവ്വ ഇത്രയും കാലം മകരത്തിൽ നിന്നിരുന്നത് ഉച്ചക്ഷേത്രത്തിലാണ്. അത് സ്ത്രീരാശിയാണ്, അത് ഭദ്രകാളിയാണ്. ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ്? പുരുഷരാശിയിലാണ്. അതിനാൽ ഇവിടെ ഭജിക്കാൻ നല്ലത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ഠിവ്രതമെടുക്കാം, സുബ്രഹ്മണ്യ പൂജ ചെയ്യാം, രക്തപുഷ്പാഞ്ജലി ചെയ്യാം. ഇപ്രകാരം ഈ ചൊവ്വയെ നന്നാക്കി എടുത്താൽ ഈ ചൊവ്വ നല്ല പോസിറ്റീവായ അനുഭവങ്ങൾ പ്രഷ്ടാവിന് നൽകും. ചൊവ്വയെ കൊണ്ട് 3 വിഷയമാണ് ചിന്തിക്കുക. ഭ്രാത, സത്വഞ്ച, ഭൗമ, ക്ഷിതിരവി. 1 സഹോദരങ്ങൾ, 2 തന്നെ സാഹസികത, ധൈര്യം, ഊർജ്ജസ്വലത, മറ്റൊന്ന് ഭൂമി. ഇത് ഓരോ രാശിക്കാർക്കും ഈ ഭൂമിപരമായ വിഷയങ്ങളായാലും സഹോദര ഗുണങ്ങളായാലും എപ്രകാരമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ്? 4-ാം ഭാവത്തിലാണ്. ഇവിടെ ചെറിയൊരു ഇളവ് ചൊവ്വക്ക് നാം കൊടുക്കും. കാരണം ചൊവ്വ വൃശ്ചികൻ രാശിയുടെ അധിപനാണ്. വൃശ്ചികൻ രാശിയുടെ അധിപനാണ്, ലഗ്നാധിപനാണ്, രാശ്യധിപനാണ്. അയാൾ ഏത് ഭാവത്തിൽ നിന്ന് നിന്നാലും ആ ഭാവത്തിന് ചില സൗജന്യങ്ങളും ചില പ്രമോഷൻസൊക്കെ ചെയ്യും. പാപഗ്രഹമാണ് എങ്കിലും ലഗ്നാധിപനാണെന്നൊരു പരിഗണന നമുക്ക് ചൊവ്വയ്ക്ക് കൊടുക്കണം. അതിന് പുറമെ ചൊവ്വ 6-ാം ഭാവാധിപനാണ്, രോഗാധിപനാണ്. രോഗാധിപനായ ചൊവ്വ അല്ലെങ്കിൽ ശത്രുപതിയായ ചൊവ്വ, 6-ാം ഭാവം ശത്രുവാണ്. തസ്കര അരാതി വിഘ്നാതിർ വ്യാധയശ്ച തനുക്ഷതി. തസ്കരൻ, കള്ളൻ, അരാതി ശത്രു. ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ചൊവ്വയാണ് 4-ാം ഭാവത്തിൽ നിൽക്കുന്നത്. 4-ാം ഭാവം എന്താണ്? ഒരു പരിപാവനമായ നമ്മളെ ഗൃഹമാണ്, അമ്മയാണ്, അമ്മാമന്മാരാണ്, മരുമക്കളാണ്. നമ്മുടെ സുഖവും സ്വസ്ഥതയുമാണ് നമ്മുടെ വാഹനമാണ്. ഇവിടെ ഈ ശത്രുപതിയായ ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഈ ഭാഗങ്ങൾക്കെല്ലാം തന്നെ ചില അരിഷ്ടതകളുണ്ടാകും. കുടുംബകലഹം വരും. ഭൂമി സംബന്ധിച്ച വിഷയത്തിൽ ഭൂമിപരമായ വിവാദങ്ങൾ ഒരു സംശയമില്ല ഉണ്ടാകും. അതിനാൽ മാറി നിൽക്കണം. വലിയ പ്രയാസങ്ങളൊക്കെ പോകരുത്. അമ്മയും അമ്മാമന്മാരും മരുമക്കളുമൊക്കെ ശത്രുക്കളാവുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതിനാൽ ഭൂമിപരമായ വിഷയത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലാണെങ്കിലും വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങളൊക്കെ നീക്കുക. വളരെയധികം പോസിറ്റീവായി ചിന്തിച്ച് എല്ലാവരുടെയും അഭിപ്രായമൊക്കെ എടുത്തതിന് ശേഷം മാത്രം ഗൃഹനിർമ്മാണ വിഷയങ്ങൾക്കൊക്കെ ചിന്തിക്കുക. അല്ലാതെ പൂർവികമായ സ്വത്താണ്, എന്നാൽ പിന്നെ ഞാനിവിടെ വീട് പണി തുടങ്ങാം, തറ കെട്ടുമ്പോഴേക്ക് കുറ്റി അടിക്കുമ്പോഴേക്കും കലഹം വരും. ധാരണ ഉണ്ടാക്കാതെ ഒരു വിഷയത്തിലേക്ക് നീങ്ങരുത്.
ഈ സമയത്ത് ഭൂമി ലഭിക്കുന്ന സമയമാണ്. അതാണ് 4-ലെ ചൊവ്വ എല്ലാതരം ക്ലേശങ്ങൾ ഉണ്ടാക്കിയാലും കൃപാ വസ്ത്രഭൂമിയിൽ ലഭ്യത ക്ഷമാപാൽ. കൃപ, രാജാവ്, അധികാരികളുടെ ചില സപ്പോർട്ട് ലഭിക്കും. വസ്ത്രവും ഭൂമിയും ലഭിക്കും. അധികാരം ലഭിക്കും, ഭൂമി ലഭിക്കും, രാജാവ് അംഗീകരിക്കും. 6 വിഷയത്തിൽ ചൊവ്വ വളരെ നല്ലതാണ്. ഭൂമിപരമായ വിഷയത്തിലൊക്കെ നയപരമായ തീരുമാനങ്ങൾ എടുക്കണം, എടുത്ത് ചാടരുത്. അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ട് വരില്ല. ഇവിടെ ലഗ്നാധിപനാണ് 4-ൽ നിൽക്കുന്നത്. ധർമ്മദൈവ സംഗീതങ്ങൾ എല്ലാ വഴിപാടുകളും ഒക്കെ ചെയ്ത് നന്നാക്കിയെടുത്താൽ പലപ്പോഴും ഈ ചൊവ്വ 40 ദിവസക്കാലം വളരെയധികം സമൃദ്ധിയെ പ്രദാനം ചെയ്യും. ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പൂ തറവാടുകൾ. ഇപ്പോൾ ഉത്സവത്തിൻ്റെ സമയമാണ്. ഇവിടെ വിളക്കിലേക്ക് എണ്ണയാണ് കൊടുക്കേണ്ടത് ചൊവ്വയ്ക്ക്. ദേവേ ദീപസമർപ്പണഞ്ച ഹവനം. അവിടെ ധാരാളം നിറവിളക്കുകൾ കത്തട്ടെ, എണ്ണ ധാരാളം കൊടുക്കുക ധർമ്മദേവ സംഗീതങ്ങളിൽ. ഇപ്പം വടക്കൻ മലബാറിൽ ഉത്സവങ്ങളുടെ ഒരു നിര തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ധർമ്മദൈവ സംഗീതത്തെപ്പറ്റി അഭിമാനിക്കുക. അവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം തന്നെ നല്ല ഫലം വൃശ്ചികൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യപ്പെടുന്നതാണ്. ധർമ്മദൈവം പ്രസാദിച്ചേ കുളിർപ്പൂ തറവാടുകൾ. അവിടെ എന്തൊക്കെ വഴിപാടുകൾ അതൊക്കെ അറിഞ്ഞ് ചെയ്യുക. പൂർവികർ ചെയ്തതൊക്കെ പൂർണ്ണമായും ചെയ്യാനാവുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു ഭാഗഭാക്കാവുക. പക്ഷേ പലപ്പോഴും 4-ലെ ചൊവ്വ സൗഹൃദങ്ങളും വ്യാപാരങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും തകർന്നു പോകും. യഥാ ഭൂസുത സംഭവ ത്വര്യഭാവേ തഥാ കിംഗ്രഹ സ്വാനുകൂല ജനനം. സുഹൃദ്വർഗ സൗഖ്യം ന കിഞ്ചിത് വിചിന്യം. സുഹൃത്തുക്കളെ സൗഹൃദം നാം ചിന്തിക്കുവാനേ പാടില്ല. കൃപാവസ്ത്രഭൂമിയിൽ ലഭ്യത ക്ഷമാപാൽ. അധികാരികളുടെ പല തലോടലുകളും അംഗീകാരങ്ങൾ ലഭിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കും. ഇവിടെ പരിഹാരം ധർമ്മദൈവ സംഘത്തിൽ പോകൽ മാത്രമാണ്. രാത്രി യാത്രയൊക്കെ ശ്രദ്ധിക്കുക. 2 വീലർ യാത്ര ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുകയും ചൊവ്വയിൽ ശ്രദ്ധിച്ചാലിച്ചു നല്ല ഫലങ്ങൾ ചെയ്യും. നന്ദി, നമസ്തേ.